ഏത് വശത്തേക്ക് തലവെച്ച് ഉറങ്ങണം? കിഴക്കോട്ട് തലവെച്ച് ഉറങ്ങുന്നതാണ് ഉത്തമം. വളരെ പണ്ടുമുതലേ തന്നെ കിഴക്കിന് അമിത പ്രാധാന്യം പൂർവികർ കൽപ്പിച്ചിരുന്നു. കാര്യമെന്താണ്? സൂര്യൻ ഉദിക്കുന്ന ദിക്കായതുകൊണ്ട് നമ്മുടെ പൂർവികർ കിഴക്കിനു അമിത പ്രാധാന്യം നൽകിയിരുന്നത്. ശാസ്ത്രീയ വശം നോക്കിയാലും കിഴക്കിൻ്റെ ശക്തി അപാരമാണ്. ഭൂമിക്ക് ചുറ്റും തെക്ക് നിന്നും വടക്കോട്ടും കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടും 2 കാന്തിക വലയങ്ങൾ കടന്നു പോകുന്നുണ്ട്. ഇതിൽ രണ്ടാമത്തെ കാന്തിക വലയം, അതായത് കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് കടന്നു പോകുന്നത്, ആരോഗ്യത്തിനും നല്ലതാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. സൂര്യനും ഗ്രഹങ്ങളും നക്ഷത്രങ്ങളുമൊക്കെ ഒരു വലയത്തിലൂടെയാണ് ഭൂമിക്ക് ചുറ്റും തങ്ങളുടെ കാന്തിക ശക്തി പകരുന്നത്. അതിനാൽ ജീവൻ്റെ നിലനിൽപ്പിന് ഉപകരിക്കുന്നതും ലഭ്യമാകുന്നതുമായ ഈ വലയത്തിലൂടെയാണ്. കാന്തിക ശക്തി ലഭ്യമാകുന്നത് ഈ വലയത്തിലൂടെയാണ്. മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ തന്നെ ഉറങ്ങുന്നതിന് മാത്രമല്ല എന്തിനും കിഴക്ക് ഗുണകരമാണ്. തലയ്ക്ക് പിറകിൽ 2 കൈകളും കോർത്ത് കെട്ടുന്നത് ദോഷകരമാണോ? തലയ്ക്ക് പിറകിൽ 2 കൈകളും കോർത്ത് കെട്ടുന്നത് ദുശകുനത്തിൻ്റെ ലക്ഷണമായി കണക്കാക്കുന്നത്. സ്ഥിരമായി തലയ്ക്കു പിന്നിൽ കൈകൾ കെട്ടിയാൽ അത് തലയിലെ മർമ്മസ്ഥാനങ്ങൾക്ക് ഹാനി വരുത്തുമെന്നാണ് കണ്ടുപിടുത്തം. മാത്രമല്ല ശരീരത്തിലെ മറ്റു പല മർമ്മസ്ഥാനങ്ങളിലും സ്ഥിരമായും അമിതമായ കൂടുതൽ മർദ്ദനമേറ്റാൽ അത് ഹാനികരം തന്നെയാണ്. സ്ത്രീയാണ് വീടിൻ്റെ വിളക്ക് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഒരു സ്ത്രീയുടെ പ്രവൃത്തി അനുസരിച്ചാണ് വീടിൻ്റെ നിലനിൽപ്പ്. ഗ്രഹത്തിൻ്റെ ഐശ്വര്യം, ദോഷം അവളുടെ കൈകളിലാണ്. ഗ്രഹത്തിൻ്റെ പൊതു നടത്തിപ്പ്, അടുക്കും ചിട്ടയുമുള്ള നടപടിക്രമങ്ങൾ, ധനവിനിയോഗം, ഗ്രഹം വൃത്തിയായി സൂക്ഷിക്കുന്നതിൻ്റെ ചുമതല ഭർത്താവ്, കുട്ടികൾ, മറ്റുള്ളവർ തുടങ്ങിയ എല്ലാം ഒരു വീടിൻ്റെ ഐശ്വര്യം നിലനിർത്തേണ്ടതാണ് സ്ത്രീയുടെ കടമയാണ്. സ്വഭാവശുദ്ധിയും ഈശ്വര വിചാരവുമുള്ള സ്ത്രീക്ക് അതിന് കഴിയുകയുള്ളൂ. അങ്ങനെ ഐക്യത്തോടുകൂടി ഒത്തൊരുമിച്ച് ഗ്രഹത്തിനെ പ്രകാശമാനമാക്കാനുള്ള കഴിവും സ്ത്രീക്കുണ്ട് എന്നതിനാലാണ് അവളെ വീടിൻ്റെ വിളക്ക് എന്ന് പറയുന്നത്. ഉറ്റബന്ധുക്കൾ എങ്ങനെയുള്ളവരായിരിക്കണം? സമ്പത്ത് നശിച്ച് ഏകനായി ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്ന കാലത്തും പഴയ ബന്ധങ്ങളെ വിലയിരുത്തി പുകഴ്ത്തുന്ന ശീലം ബന്ധുക്കൾക്കിടയിൽ മാത്രമേ കാണാനാവൂ. സമ്പത്ത് നശിച്ച് ദരിദ്രനായാലും സമ്പത്ത് കാലത്ത് അയാളിൽ നിന്ന് ലഭ്യമായ നന്മകളെ മനസ്സിൽ കണ്ട് അയാളുടെ പഴയ ബന്ധങ്ങളെ ഉപേക്ഷിക്കാതെ അയാളിലെ നല്ല മനസ്സിനെ പുകഴ്ത്തുന്ന ശീലം നല്ല ബന്ധുക്കളിൽ മാത്രമേ കാണാൻ കഴിയൂ. നന്മയിലും തിന്മയിലും ബന്ധം അറ്റുപോകാതെ കർമ്മ അനുഷ്ഠിക്കുന്നവരാണ് ഉറ്റബന്ധുക്കൾ എന്ന് പറയും.